Hi dears, Assalamu alaikum. Welcome back to Shamnas kitchen. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എല്ലാവരുടെ വീടുകളിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ജ്യൂസാണ്. അപ്പോൾ ഞാനിത് ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് പച്ച ചക്ക വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ സീസണാണ്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക അധികം കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ച ചക്ക വെച്ചിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ പച്ച ചക്ക ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പച്ച ചക്ക കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഈ ചക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചക്ക ഇതേപോലെ ചെറിയ പീസായിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ജ്യൂസ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള നോമ്പ് തുറക്കുമ്പോൾ കുറച്ചധികം തന്നെ ജ്യൂസ് വേണമല്ലോ. അപ്പോൾ പച്ച ചക്ക വെച്ചിട്ട് കുറച്ചധികം തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ചക്ക അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൊത്തം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് നിറയെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാ മിൽക്കും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങൻ്റെ പാലാണ് എടുത്തത്. നമ്മളെ വീട്ടിലുള്ളതല്ലേ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ചക്കയൊക്കെ. പിന്നെ എടുത്തത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടിന്ന് കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പച്ച ചക്ക ആയതുകൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം എടുത്ത് അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് അരിച്ചെടുക്കണം എന്തായാലും. പച്ച ചക്ക ആയതുകൊണ്ട് കുറച്ചൊക്കെ അതിന് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടി എത്ര വേണം, നിങ്ങൾക്ക് നല്ല ലൂസ് വേണം നല്ല തിക്ക് വേണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്കിലാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പച്ച ചക്ക വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.